പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. വേനലാകും മുൻപേ ഭാരതപ്പുഴ വറ്റി വരണ്ടു. 2 മാസം മുൻപ് കരകവിഞ്ഞ പുഴ ഇന്ന് നീർച്ചാലായി മാറി. ഭാരതപ്പുഴയിൽ ഒഴുക്ക് തേടി പോകേണ്ട അവസ്ഥയാണ്. ഷൊർണൂരിൽ ബലികർമ്മങ്ങൾക്ക് എത്തുന്നവർക്ക് പോലും കുളിക്കാൻ പുഴയുടെ അക്കരെ എത്തണം. 2 മാസം മുൻപ് തോരാതെ പെയ്ത മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് കുത്തിയൊലിച്ച് ഒഴുകുകയായിരുന്നു. അന്ന് കൊച്ചിൻ പാലത്തിന് മുകളിൽ പുഴയുടെ ചന്തമാസ്വദിക്കാൻ എത്തിയവർക്ക് ഇന്നത്തെ പുഴയുടെ അവസ്ഥ ഏറെ വേദനിപ്പിക്കുന്നതാണ്. മണൽത്തിട്ടകൾക്കരികിൽ അങ്ങിങ്ങായി മുറിഞ്ഞ നീർച്ചാലുകളാണ് ആകെ പുഴയിലുള്ളത്. മണൽത്തിട്ടകളിൽ ഉണങ്ങിക്കരിഞ്ഞ പുൽക്കാടുകൾ, ഒഴുകിയടിഞ്ഞ അവശിഷ്ടങ്ങൾ എന്നിവ മാത്രമാണ് കാണാൻ കഴിയുക. ഭാരതപ്പുഴ വാസ്തവത്തില് മെയിൻ കുടിവെള്ള സ്രോതസ്സാണ്. പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല, ഈ 3 ജില്ലയെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 140 പരം പഞ്ചായത്തുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ആ പുഴ അറബിക്കടലിൽ എത്തുന്നതിന് മുമ്പ് പല തലങ്ങളിൽ കൂടി ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന പല ഭാഗത്തും തടയണകൾ കെട്ടി ആണ് കുടിവെള്ളം മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തോ ആരാണെങ്കിലും അത് സംഭരിച്ച് വിതരണം ചെയ്യുന്നത്. ഇവിടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് മഴ പെയ്യുമ്പോൾ ധാരാളം വെള്ളം ഭാരതപ്പുഴയിലുണ്ട്. പക്ഷെ അതേസമയം ഈ മഴക്കാലം ഇപ്പം നിങ്ങൾ നോക്കൂ, മഴക്കാലം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗുരുതരമായ ഒരു കുടിവെള്ളക്ഷാമത്തിലേക്ക് എത്രയും വൈകാണ്ട് ബുദ്ധിമുട്ടിലേക്ക് വരും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. ഇവിടെ പുഴയുണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയാണിപ്പോൾ. അവശേഷിക്കുന്ന നീർച്ചാലുകൾ കൂടി വരണ്ടാൽ പുഴയെ ആശ്രയിച്ചുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലാകും. ഷൊർണൂർ നഗരസഭയ്ക്കും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിനും സമീപ പഞ്ചായത്തുകൾക്കുമുള്ള കുടിവെള്ളം പുഴയിൽ നിന്നാണ്. VCV ന്യൂസ്, ഷൊർണൂർ.